ജനപ്രിയ വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോമായ സ്കൈപ്പ് നീണ്ട 22 വർഷത്തെ തങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിച്ചു കഴിഞ്ഞു. കോളിംഗിനായി മറ്റു പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കേണ്ടി വരും. എന്നാൽ ഈ കാലത്ത് അതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഈ സേവനങ്ങൾ നൽകുന്ന നിരവധി മറ്റ് ആപ്പുകൾ ലഭ്യമാണ്. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് വാട്സ്ആപ്പ്. മെസ്സേജ് അയക്കാനും വോയിസ് കോളുകൾക്കും വീഡിയോ കോളുകൾക്കും ആശ്രയിക്കാവുന്ന എല്ലാവർക്കും പരിചിതമായ ഒരു പ്ലാറ്റ്ഫോമാണിത്. മൊബൈൽ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യുകയും സ്വകാര്യതയ്ക്കായി വ്യത്യസ്ത യൂസർ നെയിം ഉപയോഗിക്കുകയും ചെയ്യാവുന്ന ഈ ആപ്പിൽ കൂടുതൽ സുരക്ഷയ്ക്കായി എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ നൽകണം. നിലവിൽ മിക്ക ഗൂഗിൾ ഉപയോക്താക്കളും ആശ്രയിക്കുന്ന മറ്റൊരു വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ മീറ്റ്. സൗജന്യമായി ഉപയോഗിക്കാവുന്ന ഈ ആപ്പിൽ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ മീറ്റിംഗുകൾ ട്രാൻസ്ക്രൈബ് ചെയ്യാനും സഹായിക്കും. ആവശ്യമെങ്കിൽ റെക്കോർഡ് ചെയ്യാനും സാധിക്കും. ഒറ്റ കോളിൽ 100 പേർക്ക് വരെ മീറ്റിംഗിൽ പങ്കെടുക്കാനാകും. എന്നാൽ ഫ്രീ പ്ലാനിൽ 3 പേർക്ക് 60 മിനിറ്റ് വരെയായിരിക്കും സമയം നൽകുക. ഗൂഗിളിന്റെ ജെമിനി അസിസ്റ്റന്റിന്റെ സേവനവും നിലവിൽ ഈ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. ഈ ലിസ്റ്റിലെ മറ്റൊരു ആപ്പാണ് സ്ലാക്ക്. സ്കൈപ്പിന് പകരമായി നമുക്ക് സ്ലാക്കിനെ ഉപയോഗിക്കാനാകില്ലെങ്കിലും സ്ലാക്കിനെ അധികം വൈകാതെ ആളുകൾ സ്വീകരിച്ചു തുടങ്ങുമെന്നാണ് ടെക് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഭൂരിഭാഗം ഓഫീസ് മീറ്റിംഗുകളും നടന്ന ഒരു വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോമാണ് സൂം. തന്നെയുമല്ല, അടുത്തിടെ നിരവധി ഫീച്ചേഴ്സുകളും സൂം ഓഫർ ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ മീറ്റിലേതുപോലെ ഒരു സമയം 100 പേർക്ക് സൂം കോളിൽ പങ്കെടുക്കാൻ സാധിക്കും. സ്ക്രീൻ ഷെയർ ചെയ്യാനും ഭാവി ഉപയോഗത്തിനായി അത് റെക്കോർഡ് ചെയ്യാനും സാധിക്കും. ഫ്രീ വേർഷൻ 40 മിനിറ്റ് ആണ് അനുവദിക്കുന്നത്. പ്രീമിയം സൂം ഓപ്ഷനിൽ AI ഫീച്ചറും ലഭ്യമായിരിക്കും. സ്കൈപ്പിന് പകരം എന്ന നിലയിൽ ഉപയോഗിക്കാവുന്ന മറ്റൊരു ആപ്പാണ് സിഗ്നൽ. ഇതിൽ വീഡിയോ വോയിസ് കോളുകളും ഒരു സമയം 50 പേർക്ക് പങ്കെടുക്കാവുന്ന ഗ്രൂപ്പ് വീഡിയോ കോളും നടത്താനാകും. ഇത് സൗജന്യമായി ഉപയോഗിക്കാവുന്ന ഒരു ആപ്പായതിനാൽ ഫീച്ചേഴ്സും ലഭ്യമായിരിക്കും.